നമസ്കാരം. ഓഡോ ട്യൂട്ടോറിയലിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് അനലിറ്റിക് ബഡ്ജറ്റ് ആണ്. ഈ അനലിറ്റിക് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. അതിന് അഗെയിൻസ്റ്റ് നമുക്ക് എത്ര റവന്യൂ, അതിന് എക്സ്പെൻസ് ഒക്കെ റിയൽ ടൈം ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ പ്രൊജക്റ്റിന്റെ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊജക്റ്റിൽ നമ്മൾ എത്ര അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എത്ര കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, സെറ്റിങ്സിൽ അനലിറ്റിക് അക്കൗണ്ടും അതുപോലെ ബഡ്ജറ്റും എനേബിൾ ചെയ്യണം. അനലിറ്റിക് അക്കൗണ്ട് എനേബിൾ ചെയ്യണം, അതുപോലെ ബഡ്ജറ്റിംഗ് മാനേജ്മെന്റും എനേബിൾ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇന്റീരിയർ ഡിസൈൻ പറയുന്ന പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. ഞാനിത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ന്യൂ എന്ന് കൊടുക്കുന്നു. സ്റ്റേജ് 3D ഡിസൈൻ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സ്റ്റേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റഡ്, റിട്ടേൺ. ഇതാണ് ഞാൻ സ്റ്റേജ് കൊടുത്തത്. അതുപോലെ നിങ്ങൾക്ക് ടാസ്ക് ഇതേപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഞാൻ പ്രൊജക്ട് മോഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അസൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ടാസ്ക് ആഡ് ചെയ്തു. ഞാൻ വീണ്ടും ഈ പ്രൊജക്ട് മോഡ്യൂളിലോട്ട് പോയിട്ട് ഇവിടെ 3 ഡോട്ട് കാണും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ എന്ത് ചെയ്യാം, വൺസ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അനലിറ്റിക് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അത് ഓഡോൻ്റെ നല്ലൊരു ഫീച്ചറാണ്. അനലിറ്റിക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആകും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ ടൈം ഷീറ്റും ബില്ലബിളും കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അനലിറ്റിക് അക്കൗണ്ടിൻ്റെ നെയിം എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ത്യൻ പ്രൊജക്റ്റ് കൊടുത്തു, അതിൻ്റെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമറിനെ ഇവിടെ ലിങ്ക് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും, കസ്റ്റമർ 1 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതുപോലെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഞാൻ വീണ്ടും നമ്മുടെ പ്രൊജക്റ്റിലോട്ട് പോകുന്നു. ഇതായിരുന്നു എൻ്റെ പ്രൊജക്റ്റ്. ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനലിറ്റിക് അക്കൗണ്ട് എനേബിൾ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് ടാബിൽ അനലിറ്റിക് ബഡ്ജറ്റ് പറയുന്ന ഇതുണ്ട്, അതിൽ ന്യൂ കൊടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ എൻ്റെ ബഡ്ജറ്റ് ഇതായിരുന്നു എൻ്റെ ബഡ്ജറ്റ്. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് പീരീഡ് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യും, ജൂലൈ 1 മുതൽ കൊടുക്കുന്നു. അതുപോലെ ഡിസംബർ ലാസ്റ്റ് വരെ 31 വരെ കൊടുക്കുന്നു. ഇതാണ് എൻ്റെ പ്രൊജക്റ്റിൻ്റെ പീരീഡ്. ഓക്കെ, ഇതിൽ ഇവിടെ പ്രൊജക്റ്റിൻ്റെ ബഡ്ജറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന് എക്സ്പെൻസ്, ഒന്ന് റവന്യൂ, മൂന്നാമത്തത് ബോത്ത്. ഇപ്പം എന്ത് ചെയ്യാം, നമ്മൾ എക്സ്പെൻസ് കൊടുക്കുകയാണെങ്കിൽ എക്സ്പെൻസിന് റിലേറ്റഡ് ഉള്ള ബഡ്ജറ്റ് മാത്രമാണ് അവിടെ കാണിക്കുള്ളൂ. റവന്യൂ കൊടുക്കുകയാണെങ്കിൽ ഇൻകത്തിന് മീൻസ് കുറിച്ചിട്ടുള്ളതും, ബോത്ത് കൊടുക്കാൻ രണ്ടും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ആദ്യം എക്സ്പെൻസിനെ കുറിച്ചിട്ട് കാണിക്കാം. ഓക്കെ, ഞാനിത് സേവ് ചെയ്തു. ഓക്കെ, ഇത് സേവ് ചെയ്തു. ഞാൻ ഇതിവിടെ ആഡ് പ്ലാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് പ്ലാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ എക്സ്പെൻസ് റിലേറ്റഡ് ആണ് കാണിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു, ഞാനൊരു ഇതാണ് എൻ്റെ ഇന്റേണൽ 3D ഡിസൈനിങ്. ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. ഇത് കൊടുത്തു. അതിൻ്റെ എമൗണ്ട് എത്രയാണ്, കമ്മിറ്റ് ചെയ്ത എമൗണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, 3D ഡിസൈന് ഞാൻ 1000 PD ആണ് കമ്മിറ്റ് ചെയ്തത്. ഇതിങ്ങനെ കൊടുക്കുന്നു. അതിനുശേഷം സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഇത് ഞാൻ 1000 PD കൊടുത്തു. ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും കമ്മിറ്റഡ് എത്രയാണ്, കമ്മിറ്റ്മെൻറ്റ് എത്രയാണ്, കമ്മിറ്റഡ് എത്രയാണ്, അച്ചീവ്ഡ് എത്രയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഒരു ഇൻവോയ്സ്, ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്, എക്സ്പെൻസിൻ്റെ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അനലിറ്റിക് അക്കൗണ്ട് അവിടെ ചൂസ് ചെയ്യണം. ഞാനൊരു അനിൽ പറയുന്നത് ചൂസ് ചെയ്തു. അതിനുശേഷം എൻ്റെ അനലിറ്റിക് അക്കൗണ്ട് ഇൻറ്റീരിയർ ഇതായിരുന്നു എൻ്റെ പ്രൊജക്റ്റ് ഓഫീസ് 1. ഓക്കെ, ഇതായിരുന്നു, അത് സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാനൊരു എമൗണ്ട് കൊടുക്കുന്നു, 500 കൊടുക്കുന്നു. ബിൽ ഡേറ്റ് കൊടുക്കുന്നു, ഓഗസ്റ്റിൽ കൊടുത്തു. കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ആ റിപ്പോർട്ടിങ്ങിലോട്ട് പോകുന്നു, മീൻസ് അനലിറ്റിക് ബഡ്ജറ്റിലോട്ട് പോകുന്നു. ഇന്ത്യൻ പ്രൊജക്റ്റ്, സോറി, നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത അനലിറ്റിക് അക്കൗണ്ട് വേറെയാണ്. റീസെറ്റ് ടു ഡ്രാഫ്റ്റ് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതായിരുന്നു 3D ഡിസൈന്.
കൺഫേം ചെയ്യുന്നു. അനലിറ്റിക് അക്കൗണ്ടിലോട്ട് പോകുന്നു, അനലിറ്റിക് ബഡ്ജറ്റിലോട്ട് പോകുന്നു. ഇത് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റഡും അച്ചീവ്ഡും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ റോങ് അനലിറ്റിക് അക്കൗണ്ടാണ് ചൂസ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഈ കമ്മിറ്റഡ് അച്ചീവ്ഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്മിറ്റഡ് എന്ന് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നു. ശരിക്കും കമ്മിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അഗെയിൻസ്റ്റ് റിസീവ് ചെയ്തു, പക്ഷേ അതിന് ബില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആ എമൗണ്ടാണ് ഇവിടെ കമ്മിറ്റിലോട്ട് വരുന്നത്. ഞാൻ എന്ത് ചെയ്യാം, അതും കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഡയറക്റ്റ് ബില്ല് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, കമ്മിറ്റ് പോയേക്കുന്നു, ഓട്ടോമാറ്റിക് അച്ചീവിലോട്ട് പോയേക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂ എന്ന് കൊടുക്കുന്നു, ജസ്റ്റ് ഏതൊരു ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എൻ്റെ ആ പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നു. ഇന്റീരിയർ ഡിസൈൻ 3D ആണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു 200 കൊടുക്കുന്നു. ഓക്കെ, ഞാനൊരു 200 കൊടുക്കുന്നു. ഇനി ഇത് കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് വീണ്ടും റിപ്പോർട്ടിലോട്ട് പോകുന്നു. അക്കൗണ്ടിങ്ങിൽ അനലിറ്റിക് ബഡ്ജറ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും, ഓപ്പൺ ചെയ്താൽ കണ്ടോ, ഇവിടെ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 200 കൂടി ഇവിടെ ആഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ കമ്മിറ്റിലോട്ട്. ഓക്കെ, 500 വന്നിട്ടില്ല. അതെന്താണ്, ഞാൻ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുള്ളൂ. നമുക്ക് ഇവിടെ ഓഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓഡിറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അഗേൻസ്റ്റ് എന്തൊക്കെയാണ് അതിൻ്റെ മീൻസ് ആക്ടിവിറ്റി വന്നേക്കുന്നത്. ഇപ്പോൾ 200 കമ്മിറ്റഡ് ആയിട്ടുണ്ട്, 500 അച്ചീവ് ആയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ വീണ്ടും ആ പർച്ചേസ് ഓർഡർ ഓപ്പൺ ചെയ്യുന്നു. ഇതായിരുന്നു അനിൽ എന്ന് പറയുന്നതാണ്. ഞാൻ ഇതിനെ അഗേൻസ്റ്റ് ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു. ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ അനലിറ്റിക് അക്കൗണ്ടിൽ മീൻസ് അനലിറ്റിക് ബഡ്ജറ്റിൽ എനിക്ക് അച്ചീവ്ഡിലും 700 ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് എക്സ്പെൻസിൻ്റെ കേസ് വരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യാം, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മാറ്റിയിട്ട് ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, റീസെറ്റ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ഞാനത് ഈ എക്സ്പെൻസ് മാറ്റിയിട്ട് എന്ത് ചെയ്യും, റവന്യൂ, ഇതിൻ്റെ എക്സാമ്പിളാണ്, റവന്യൂ കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഒരു 2500 ആണ് ഞാൻ റവന്യൂ കൊടുക്കുന്നത്. ഓക്കെ, കൺഫേം ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കമ്മിറ്റ്മെൻറ്റിലൊന്നും വന്നിട്ടില്ല. നേരത്തെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഇൻവോയ്സ് കസ്റ്റമർ 1 എന്ന് പറയുന്ന കസ്റ്റമർ 1ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് അനലിറ്റിക് അക്കൗണ്ട് മാൻഡേറ്ററി ആണ്, മീൻസ് അത് ചൂസ് ചെയ്യണം, എന്നാലാണ് അവിടെ എനേബിൾ മീൻസ് വാല്യൂ വരുള്ളൂ. ഞാൻ 1200 കൊടുക്കുന്നു, കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും അനലിറ്റിക് ബഡ്ജറ്റിൽ പോകുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1200 അച്ചീവിലോട്ട് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം, ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഓഡിറ്റ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും അച്ചീവിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മീൻസ് അച്ചീവിലോട്ട് വന്നിട്ടുണ്ട്, കമ്മിറ്റ്മെൻറ്റും അച്ചീവിലോട്ടും വന്നിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ തിയററ്റിക്കലും അച്ചീവ്ഡും എത്രയാണ് പെർസെൻറ്റേജ് എന്നൊക്കെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി ഞാൻ അടുത്തത് കാണിക്കുന്നത് റീസെറ്റ് ഡ്രാഫ്റ്റ് അടിച്ച് ബോത്ത് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, ബോത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ റവന്യൂ ബുക്കാവും, മീൻസ് അതിൻ്റെ റവന്യൂ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിയൽ ടൈമാണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യും, ടോട്ടലി ഞാൻ 3500 ആണ് ഞാൻ കൊടുക്കുന്നത് വിചാരിച്ചോളൂ. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യും, ഞാനിത് സേവ് ചെയ്തു. ഇപ്പോൾ സേവ് ചെയ്തിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, നേരത്തെ എൻ്റെ 500 വന്നിട്ടുണ്ട്, നമ്മളെ പർച്ചേസ് ഓർഡറിൻ്റെ അതിന് അഗേൻസ്റ്റുള്ള വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡേറ്റ് കാണിക്കാം. കണ്ടോ, ഇപ്പോൾ എന്ത് ചെയ്ത് സിസ്റ്റം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എക്സ്പെൻസിൻ്റെതും ഇപ്പോൾ ഇതാണ് എൻ്റെ ഇൻകത്തിൻ്റെതും 1200. അപ്പോൾ എന്ത് ചെയ്ത് സിസ്റ്റം എന്ത് ചെയ്ത് 1500 മീൻസ് 500ഉം 700ഉം ആഡ് ചെയ്തു, 500ഉം 200 ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്ത് 700 പിന്നെ ഇതിൽ എനിക്ക് വന്നത് 1200 1200 മൈനസ് 700 പറയുമ്പോൾ 500. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻവോയ്സ് കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യാം ഈസി ആയിട്ട്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇൻവോയ്സ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഈ സിസ്റ്റം അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് കൊടുക്കുന്നു, 3D. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 250 കൊടുക്കുന്നു, 250 കൊടുക്കുന്നു. ഓക്കെ, ഞാൻ കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ അനലിറ്റിക് ബഡ്ജറ്റിൽ പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഓഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 250. അപ്പോൾ എന്ത് ചെയ്ത് ഈ 1200ഉം 250 കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് 1450 വന്നത്. 1450 മൈനസ് 750 700.
500ഉം 200ഉം. അപ്പോൾ എത്രയായി? 750ആണ് നമ്മുടെ ബാലൻസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ബോത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കാം. ഓക്കെ, നമ്മളെ കോസ്റ്റ് ഓഫ് റവന്യൂവിൽ നോക്ക്, ശ്രദ്ധിക്കുക 700 ഇവിടെ. ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ മനസ്സിലാവും ചെയ്യും. അനലറ്റിക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, അനലറ്റിക് അക്കൗണ്ടിൽ ഇപ്പൊ എന്റെ ഇന്റീരിയർ 3D ഡിസൈൻ ആണ്, അത് മാത്രമേ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് അതിന്റെ കോസ്റ്റ് ഓഫ് റവന്യൂ വന്നതും. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് 750 നമുക്ക് ഇവിടെ കാണിച്ചത്. അത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മളെ പ്രൊജക്റ്റ് നമുക്ക് എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ എക്സ്പെൻസ് ഇപ്പോൾ നിങ്ങൾ ന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ടൈപ്പ് എക്സ്പെൻസ് ആണോ ബോത്ത്. അപ്പോൾ പല കമ്പനികളും എക്സ്പെൻസിന് അഗേൻസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ബോത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സ്പെൻസും റവന്യൂം റിയൽ ടൈം ആയിട്ട് കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബഡ്ജറ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് പറയാൻ മറന്നു. അപ്പം എന്ത് ചെയ്യും, നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു ഈ ബഡ്ജറ്റിന്റെ റിപ്പോർട്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ റിപ്പോർട്ട് നമുക്ക് എത്രയാണ് കമ്മിറ്റ് ചെയ്തതും അതിന്റെ അച്ചീവ് ചെയ്തതും അത് നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് കൗണ്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ കസ്റ്റമർ ബഡ്ജറ്റിന്റെ പ്ലാന്, ഇപ്പോൾ പ്രൊജക്ടിന്റെ പ്ലാന്, അത് ബഡ്ജറ്റ് ടൈപ്പ്, അങ്ങനെ ഏത് പീരീഡാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.